സിനിമ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയ ശേഷം പുതിയ സംവിധായകരെ വഞ്ചിക്കുന്ന നിലപാടാണ് ചില താരങ്ങളുടേതെന്ന് ഡോക്ടർ ലവിലൂടെ അരങ്ങേറ്റം ഉജ്ജ്വലമാക്കിയ സംവിധായകൻ കെ ബിജു. ഡോക്ടർ ലവിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയതിന്റെ ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. തനിക്ക് നഷ്ടമായ 4 വർഷം ആർക്കും തിരിച്ചു നൽകാൻ കഴിയില്ലെന്നും ബിജു ചൂണ്ടിക്കാട്ടി. താരം പിൻവാങ്ങിയാൽ നിർമ്മാതാക്കളെയും നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. പ്രതിഭയുള്ളവർക്ക് അവസരം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ബിജു വ്യക്തമാക്കി. എൻ്റെ മുന്നിൽ എന്താ പറയുക, ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇനി ഫീൽഡിൽ നിൽക്കാനോ മറ്റൊരു പ്രോജക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇരുട്ട് തന്നെയായിരുന്നു. 15 വർഷത്തോളം പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച ബിജു എന്ന സഹസംവിധായകന്റെ മുന്നിൽ ഇരുട്ട് സൃഷ്ടിച്ചത് എന്തായിരുന്നു? കങ്കാരു എന്ന മൂവി ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ പ്രോജക്റ്റ് ചാക്കോച്ചനല്ല ആദ്യം ചെയ്യാനിരുന്നത്. ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, പൃഥ്വിരാജാണ് ഈ പ്രോജക്റ്റ് ചെയ്യാനിരുന്നത്. കങ്കാരു ചെയ്യുന്ന സമയത്ത് രാജു എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിൻ്റെ പുറത്ത് ഒരു എന്താ പറയുക, രാജുവിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ഒരു എലമെന്റ് മനസ്സിലുണ്ടായിരുന്നു, ഈ ഡോക്ടർ ലവ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ എഴുതാനുള്ള ധൈര്യവും അതിനുള്ള ഇൻസ്പിറേഷനും എല്ലാം തന്നത് ആക്ച്വലി പൃഥ്വിരാജ് തന്നെയാണ്. എഴുത്തിലേക്ക് കയറി അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും രാജു അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഏതാണ്ട് സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഹാഫ് വായിച്ചു. ഓക്കെ, രാജു തന്നെ പല ചാനലുകളിലും ആ സമയത്ത് കങ്കാരു റിലീസായി. രാജു തന്നെ പല ചാനലുകളിലും ഈ പടത്തിനെ കുറിച്ച് പറയുകയും അടുത്തത് ചെയ്യുന്നത് ഡോക്ടർ ലവ് ആണെന്നുള്ള അനൗൺസ് ചെയ്യുകയും രാജു തന്നെ ചെയ്തു. ഞങ്ങൾ ഒഫീഷ്യലി, ഞാനോ അന്ന് ഈ പ്രോജക്റ്റ് ചെയ്യാനിരുന്ന പ്രൊഡ്യൂസറോ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്നില്ല. രാജു തന്നെ അനൗൺസ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് വായിച്ചു, സെക്കൻഡ് ഹാഫിലേക്ക് കയറി. ദെൻ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രാജുവിന് സ്ക്രിപ്റ്റിൽ ഉണ്ടായി. തീർച്ചയായിട്ടും ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ അന്ന് വെൽക്കം ചെയ്തു. കാരണം ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിന്റെ പുറത്ത് രാജുവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്യണ്ട എന്ന് ഞാൻ തന്നെ രാജുവിനെ ആവശ്യപ്പെടുകയും ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ആവുകയാണ് ചെയ്തത്. പൃഥ്വിരാജിന്റെ കഴിവ് മാനിക്കുന്നു, എന്നാൽ ആ നടന്റെ പല അനുമാനങ്ങളോടും വിയോജിപ്പുണ്ട്. പൃഥ്വിരാജിന്റെ വാക്ക് കേട്ട് 3.5 വർഷത്തിലധികം നഷ്ടമായി. അത് തിരിച്ചു നൽകാൻ ആർക്ക് കഴിയും? രാജുവിന്റെ എല്ലാ എന്താ പറയാ ഡയറക്ടോറിയൽ സൈഡും ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ രാജുവിന്റെ കഴിവുകളെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു രാജുവിന്റെ ജഡ്ജ്മെന്റ് രാജു ചെയ്യുന്ന മറ്റുള്ള ചില സിനിമകൾ കാണുമ്പോൾ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരത്തിൽ ആ സിനിമകൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഡോക്ടർ ലവ് രാജു ഉപേക്ഷിച്ചു എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഒരാളുടെ എൻ്റെ നഷ്ടപ്പെട്ട 2-3 വർഷങ്ങൾ തിരിച്ചു തരാൻ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഇനിയും ഒരാൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സിനിമ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. താരങ്ങൾ പിന്മാറിയാൽ നിർമ്മാതാക്കളും നവാഗതരെ ഉപേക്ഷിക്കും. നിർമ്മാതാവ് ജോയ് തോമസ് ശക്തികുളങ്ങരയുടെയും നടൻ കുഞ്ചാക്കോ ബോബന്റെയും പൂർണ്ണ സഹകരണമാണ് ആദ്യ ചിത്രമൊരുക്കാൻ തുടർന്ന് ശക്തി നൽകിയത്. ചാക്കോച്ചനും ഇതറിയാവുന്ന കാര്യമാണ്. രാജു ഇത് ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ്, രാജു കൈവിട്ട പ്രോജക്റ്റ് ആണെന്നുള്ളതും ചാക്കോച്ചൻ അറിയാവുന്നതാണ്. അപ്പം ഞാൻ ചാക്കോച്ചനോട് തമാശയായിട്ട് ഞാൻ ചോദിച്ചത് തന്നെ ഒരു 2ാം കെട്ടിന് തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ശരിക്കും ആക്ച്വലി ചാക്കോച്ചൻ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും ഈ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. എന്നെ പോലെ ഒരാൾക്ക് വേണമെങ്കിൽ ചാക്കോച്ചൻ്റെ ഒരു ഫ്രഷ് സബ്ജക്റ്റ് ഓഫർ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും, ഈ സബ്ജക്റ്റും ഈ സ്ക്രിപ്റ്റും വായിച്ചിട്ട് ഈ സബ്ജക്റ്റിലും സ്ക്രിപ്റ്റിലുമുള്ള വിശ്വാസം കൊണ്ട് ചാക്കോച്ചൻ ഈ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറാകുകയായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ പ്രോജക്റ്റ് ചെയ്യാൻ വന്ന എൻ്റെ പ്രൊഡ്യൂസർ. കഴിവുള്ള നിരവധി സംവിധാന സഹായികൾ മലയാളത്തിലുണ്ട്. എന്നാൽ മലയാള സിനിമയിൽ സംവിധായകനാകാനുള്ള മാനദണ്ഡം ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്നും ബിജു. ഒരു ആകാനായിട്ടുള്ള മാനദണ്ഡം എന്താണ് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ തുറന്നു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇൻഡസ്ട്രിയിൽ പല കഴിവുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും പലരും ഉണ്ട്. അവര് ഈ പറഞ്ഞ പോലെ ഒരു എൻട്രി കിട്ടാൻ ഒരു അവസരമില്ലാണ്ടിരിക്കുകയാണ്. മലയാള സിനിമ നല്ല ശ്രമങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് നവാഗതർക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ ലവിലൂടെ യുവനിരയിലുള്ളവർക്ക് സിനിമയിൽ മികച്ച അവസരം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കെ ബിജു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.